അതെയാ, ഒരുങ്ങിക്കഴിഞ്ഞില്ലാടാ. ഓ ചേച്ചിയാ, നീ എന്താണ് ഭാവിച്ചിരിക്കുന്നത്? ഞാനൊന്നും ഭാവിച്ചിട്ടില്ലല്ലോ ചേച്ചി. നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? പോകണം. നീ എപ്പോഴാണ്? മണിക്കൂർ ഒന്നായല്ലോ ഈ മേക്കപ്പ് തുടങ്ങിയിട്ട്. എങ്ങനെ ചേച്ചി, എങ്ങനെയുണ്ട്? ഓ, വളരെ വിശേഷമായിട്ടുണ്ട്. ഇപ്പൊ ആര് കണ്ടാലും ഒന്ന് നോക്കുമല്ലേ ചേച്ചി? നോക്കുക മാത്രമല്ല, ഒന്ന് വീക്കുകയും ചെയ്യും. ചേച്ചി, പലർക്ക് എന്റെ മുടിയോട് അസൂയാണ് ചേച്ചി. മതി വിസ്തരിച്ചത്. വേഗം കോളേജിൽ പോകാൻ നോക്ക്. ഇന്ന് പോകണോ ചേച്ചി? നീ വെറുതെ ദിവസം ഇങ്ങനെ കോളേജിൽ പോകാൻ ഒരു രസമില്ലെന്നേ. രസിക്കാനാണോടാ കോളേജിൽ പോകുന്നത്? ഓ, അവിടെ മുഖത്ത് നരച്ച കുറെ കഥവന്മാരുണ്ട്. അവരുടെ ഒട്ടുക്കത്തെ ഒരു കെമിസ്ട്രി വർഷമാണ്. നീ അവിടെ പഠിക്കാനാ പോകുന്നത്, സാറന്മാരുടെ മൂത്ത് നോക്കാനല്ല, മനസ്സിലായോ? എന്റെ ചേച്ചി, പഠിക്കുന്നതിന് മുമ്പ് ഒരു മനഃശാസ്ത്രമൊക്കെ. എന്താണോ അത്? അതായത് നല്ല സുന്ദരിമാരായ ലെക്ചർമാര് ഭംഗിയായി അണിഞ്ഞൊരുങ്ങി വന്ന് ക്ലാസ് എടുത്താൽ അയ്യോ, അത് നോക്കിയിരിക്കാൻ ഒരു പ്രത്യേക ഹരമായിരിക്കില്ലേ ചേച്ചി? മതിയടാ അധിക പ്രസംഗം. കാര്യം പറഞ്ഞ് അങ്ങോട്ട് കയറൂല. മതി മതി. നീ ഇങ്ങോട്ട് അടുത്ത് വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. എന്താണ് ചേച്ചി? നീ ഇന്നലെ കുടിച്ചിട്ടാണോ വന്നത്? അയ്യോ, ചേച്ചിയോട് ഇത് ആര് പറഞ്ഞു? പറഞ്ഞത് ആരെങ്കിലും കേട്ടോ? നീ കുടിച്ചോ? ഈശ്വരനാണ് സത്യം, ഞാൻ കുടിച്ചിട്ടില്ല. ദൈവത്താണ് സത്യം. തോട്ടീസ് ഗോഡ് എന്നാണല്ലോ. അപ്പോൾ നീ എന്നോട് കള്ളം പറയാനും തുടങ്ങിയല്ലേ? ചേച്ചി, ഞാൻ അങ്ങനെ ഒരു അബദ്ധം ഫ്രണ്ട്സൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ അന്തസ് വിടാൻ പറ്റുമോ ചേച്ചി? അന്തസ് ഒരിക്കലല്ല ഞാനിത് ശ്രദ്ധിക്കുന്നത്. കുടിച്ചിട്ട് അവൻ അന്തസ് ഉണ്ടാക്കുന്നു. എന്റെ ചേച്ചി, എപ്പോഴും അന്തസ്സിന് വേണ്ടിയല്ല കുടിക്കുന്നത്. ചിലപ്പോ ചില മര്യാദയ്ക്ക് വേണ്ടി കുടിക്കും, പിന്നെ ചിലപ്പോ ഒരു രസത്തിന് വേണ്ടി, വല്ലപ്പോഴും ഒക്കെ. അതെയോ? നീ കൊച്ചുകുട്ടിയൊന്നുമല്ല. അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വല്ലപ്പോഴും ഒക്കെ. നിനക്കറിയാമോ ഇന്ന് ഈ വീടിന്റെ സ്ഥിതി എന്താണെന്ന്? എനിക്കറിഞ്ഞുകൂടാ. വിശ്വേട്ടൻ വിവാഹം ഉടനെ കഴിക്കും. ഒരു പക്ഷേ ഇവിടെ ഒന്ന് മാറിയെന്നും വരും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് കരപറ്റാൻ ശ്രമിക്കാതെ നീ ഇങ്ങനെ. ചേച്ചി, നിനക്കൊന്നും അറിയാൻ ആഗ്രഹമില്ല, ഒന്നിനും ഒരു ഉത്തരവാദിത്വമില്ല. ഞാൻ തീരെ ചെറുപ്പമല്ല ചേച്ചി. ഇതിലും വലിയൊരു ഉത്തരവാദിത്വമൊന്നും തൽക്കാലം ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് പ്രയാസം. പട്ടിണി കിടക്കാൻ അതിലും പ്രയാസമാണല്ലോ. ഓ, ഞാൻ കോളേജിൽ പോയേക്കാം, പോരെ? പിന്നെ ചേച്ചി, എന്താടാ? ഞാൻ കുടിച്ച വിവരം വിശ്വേട്ടനോട് പറയരുത്. പറഞ്ഞില്ലെങ്കിൽ അതെന്റെ തെറ്റാവും. അയ്യോ ചേച്ചി, ചതിക്കരുത്. ഞാൻ കോളേജിൽ കൃത്യമായിട്ട് പോകാം, ശ്രദ്ധിച്ച് പഠിക്കാം. പഠിച്ച് ഞാൻ വലിയൊരു വാശിയോടുകാമിയാകാം. ഈ വിവരം മാത്രം വിശ്വേട്ടനെ അറിയിക്കരുത്. ഞാനിവിടെ ഒറ്റയ്ക്കാണ്. ഓ, എനിക്ക് കവിത വരുന്നു. എനിക്ക് കേൾക്കാൻ കൊതിയാവുന്നു. കേൾപ്പിക്കട്ടെ? സുന്ദരി, കേൾപ്പിക്കും. എത്ര നാളായി എനിക്ക് വേണ്ടി പാടിയിട്ട്. ഇന്ന് പാടാം. സൗന്ദര്യം കണ്ടാൽ കലാകാരനൊരു പ്രത്യേക അനുഭൂതിയാണ്, വിശേഷിച്ചും പാട്ടുകാരൻ. അതിന് ഞാൻ സുന്ദരിയൊന്നും അല്ലല്ലോ. ഓ, നുണ പറയുന്നത് പോലും ഈ മധുരമുള്ള ചുണ്ടുകളാകുമ്പോൾ കേൾക്കാൻ എന്തൊരു സുഖമാണ്. ഇന്ന് ശാലിനിക്ക് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. അങ്ങനെ പറയാൻ ന്യായമില്ല. ഓരോ ദിവസവും ഞാൻ ഏറെ വിഷാദങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. വിഷാദമാണല്ലോ സ്ത്രീയുടെ സൗന്ദര്യം. ഡോക്ടർ എവിടെ? ഡിസ്പെൻസറിയിൽ നിന്നും വന്നിട്ടില്ല. എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഉടനെ പോകണമായിരുന്നു. സ്റ്റീഫൻ, എന്ത് രോഗത്തിനാണ് ഈ ഇഞ്ചക്ഷൻ? അത് രോഗത്തിനൊന്നുമല്ല. അതെ, മാസം 2 കഴിഞ്ഞല്ലോ ഇത് തുടങ്ങിയിട്ട്. അതായത് ഭാവിയിൽ ഈ വോയിസ് ക്രാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത് തടയാനാണ്. പാട്ടുകാരന് അവന്റെ സ്വരമാണല്ലോ വലുത്. എങ്കിലേ
വിശേഷം വരാൻ ഇനിയും താമസമുണ്ട്. വരുന്നത് വരെ ഇവിടെ ഇരുന്നേ പറ്റൂ. ആ, അല്ലാതെ നിവൃത്തിയില്ലല്ലോ. മുന്നിലൊരു ദേവതയുള്ളപ്പോൾ വിശേഷിച്ചു. ആട്ടെ, ശിവൻ പാടാമെന്ന് പറഞ്ഞിട്ട് പാടിയില്ല. പാടിക്കഴിഞ്ഞാൽ എന്ത് സമ്മാനമാണ് ശാലിനിക്ക് തരിക? പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത്? ഓ ശാലിനി, നിന്റെ കണ്ണുകൾക്ക് എന്തൊരു തിളക്കമാണ്, നിന്റെ മുഖത്തിന് എന്തൊരു സൗന്ദര്യമാണ്. പ്രതീക്ഷ കൊണ്ടാണ് സ്റ്റീഫൻ. ഈ ചുണ്ടുകൾക്ക് എന്തൊരു ഭംഗിയാണ്. ശാലിനി, ഇങ്ങോട്ട് അടുത്ത് വരൂ. तत्राजित्तु प्रियसुता प्रौढागना सत्यभामा. ഡോക്ടറില്ലേ ഇവിടെ? ഡോക്ടറില്ലേ? ശാലിനി, ഞാൻ ഒരു സാധാരണ പേഷ്യന്റ്, അത്ര തന്നെ. വിശേഷ റൂമിലിരിക്കും. ഡോക്ടർ ഇപ്പോൾ വരും, അവിടെ കയറിയിരുന്നോളൂ. ഒരു പുഷ്പ, വരും, കടന്നു വരും. പുഷ്പ ഇരിക്കും. വേണ്ട, ഞാൻ നിന്നോളാം. നോ, പാടില്ല. എന്റെ വീട്, എന്റെ അതിഥി, ഇരിക്കുക തന്നെ വേണം. വീടെങ്ങനെ? ഇഷ്ടപ്പെട്ടു? വീട് മുഴുവനും കണ്ടില്ലല്ലോ, ഒരു ആൾ മാത്രം കണ്ടു. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ വേറെ? പറയൂ. പുതിയൊരു വീട് പണിയിക്കാൻ പ്ലാനുണ്ട്. അത് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കാം. എന്റെ ഉദ്ദേശം പറയുകയാണെങ്കിൽ ഒരു വലിയ ബംഗ്ലാവ്, മനോഹരമായൊരു തോട്ടം, അതിലോടി നടക്കാൻ 2 കുട്ടികൾ, ഇത്രയുമാണ് എന്റെ ലക്ഷ്യം. അപ്പോൾ കുട്ടികൾക്കൊരു അമ്മ വേണ്ടേ? ഓ, വേണമല്ലോ. കുട്ടികളുടെ അച്ഛന്റെ ഭാര്യയ്ക്ക് കൊടുത്തു കളയാം ആ ചാൻസ്. എനിക്കിവിടെ ആരെല്ലാം ഉണ്ടെന്ന് അറിയണ്ടേ? പറയൂ, ആരെല്ലാമാണ്? അച്ഛൻ 1 വർഷം മുമ്പ് മരിച്ചു. അമ്മ 12 വർഷം മുമ്പ്. എനിക്കറിയേണ്ടത് ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമാണ്. ഓ, എക്സ്ക്യൂസ് മീ. 1ാമത് ബാലേട്ടൻ, വലിയ തത്വചിന്തകനും കലാകാരനുമൊക്കെ. പിന്നെ ഒരു അനുജത്തിയുണ്ട്, ഒരു അനുജൻ. എന്നിട്ട് അവരെല്ലാം എവിടെ? അകത്തു കാണും. ശാലിനി, എന്താണ് വിശേഷ? നിനക്ക് മനസ്സിലായോ ഇതാരാണെന്ന്? ഇല്ലല്ലോ. ആരാണ്? ഇതാണ് പുഷ്പ. ഞാൻ പറയാറുള്ള പെൺകുട്ടി. നല്ലൊരു നർത്തകി കൂടിയാണ്. മിസ് പുഷ്പാറാണിയല്ലേ? അതെ, ശാലിനി എന്നെ അറിയോ? ഞാൻ കേട്ടിട്ടുണ്ട്. ഓ ശാലിനി, സമയം കുറയായല്ലോ. ഇന്ന് മിസ്സസ് ഷൂട്ടിംഗ് വന്നില്ലേ? ഷൂട്ടിങ്ങോ? അതാരാണ്? ഓ, ഐ ആം സോറി, മിസ്റ്റർ സ്റ്റീഫൻ വന്നില്ലേ ശാലിനി? ഓ, ഞാൻ ആ കാര്യം തന്നെ മറന്നുപോയി. പുഷ്പേ, പ്ലീസ് വെയിറ്റ് 5 minutes. നിങ്ങൾ നമ്മൾ സംസാരിക്കും. പുഷ്പ എന്താ നിൽക്കുന്നത്? ഇരിക്കും. ഇന്നലെ ടൗൺ ഹാളിലെ പരിപാടിക്ക് സ്വർണ്ണ മെഡലൊക്കെ കിട്ടിയെന്ന് കേട്ടല്ലോ. ഓ ശാലിനി, വിശേഷനെ പോലെ ഒരു കലാകാരിയാണെന്ന് തോന്നുന്നു ശാലിനി. എനിക്കും നൃത്തം വളരെ ഇഷ്ടമാണ്. എന്നെ കൂടി ഒന്ന് പഠിപ്പിക്കാമോ? ഞാൻ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അതിനെന്താ, പഠിച്ചിടത്തോളം മതി. ഒരാളെ നൃത്തം പഠിപ്പിക്കാമെന്ന് ഞാൻ ഏറ്റിരിക്കുകയാണ്. വിഷയത്തിനല്ലേ സാരല്ല. അത് കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ മാത്രം പഠിപ്പിച്ചാലും മതി. അത് മതിയെങ്കിൽ ഞാൻ ശ്രമിക്കാം. ശാലിനി, കുറച്ച് ചൂടുവെള്ളം. ശരി ഏട്ടാ. പുഷ്പ ഇരുന്ന് മുഷിഞ്ഞു കാണും. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഡോക്ടറായാൽ ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. വീട്ടിലായാലും പുറത്തായാലും എപ്പോഴും പേഷ്യൻസ് തന്നെ. ആ
ഭാഗ്യം ചിലർക്കല്ലേ കിട്ടും. ഭാഗ്യം ചോരക്കേട് തന്നെ. അതാ മാഗസിനൊക്കെ ഒന്ന് നോക്കൂ, ഞാനിത് അയച്ചു കഴിഞ്ഞു. ഹലോ, ഒന്നിങ്ങോട്ടെ, ഒരു വാക്ക്. ആ രോഗം മനസ്സിലായി. ഓ, അപ്പോ സൗന്ദര്യ മാത്രമല്ല, ബുദ്ധിയുണ്ട്. അതെ, ചികിത്സിക്കാമോ? മറ്റാരെങ്കിലും ഇതിനു മുമ്പ് ചികിത്സിച്ചിട്ടുണ്ടോ? എന്ന് വെച്ചാൽ? അല്ല, പെണ്ണുങ്ങളിൽ ചെരുപ്പുരി അടിച്ചിട്ടുണ്ടോ? അതെയോ? ഞാൻ അതെയാ? നീ പിന്നെ ഇവിടെ ചുറ്റടിച്ച് നിൽക്കുകയാണോ? ഇല്ല ചേച്ചി, ഞാനിതാ പോയേച്ചി, ഞാനിതാ പോണം. പുഷ്പ, എന്റെ അനുജനാണ്. ഇങ്ങനൊരു ദുരിതവിലാസം. കോളേജിൽ പോണെങ്കിൽ ഞാൻ അവന്റെ പുറകെ നടക്കണം. പുഷ്പയ്ക്ക് ചായയോ കാപ്പിയോ ഇഷ്ടം? ഓ, അങ്ങനെ ഒന്നുമില്ല. വിശേഷന്റെ കാപ്പിയാണ് ഇഷ്ടം. എങ്കിലും എനിക്കും കാപ്പി മതി. ഇനി ഊണൊക്കെ കഴിഞ്ഞേ പോകാവൂ. അതല്ലെങ്കിലും അത്രയേ ഉള്ളൂ. ആ, ക്ഷണിക്കേണ്ടവർ ക്ഷണിച്ചു കാണും. ശരി, അകത്തെ മുറികളൊക്കെ ഒന്ന് കാണാൻ വരൂ. വരൂ പുഷ്പേ. ശാലിനി, കാപ്പി. ആ, ഇപ്പൊ തരാം ചേട്ടാ. വരൂ പുഷ്പേ. ആ, സാറിന്റെ അഭിപ്രായം എന്താണ്? അല്ല, എൻ്റെ രോഗം. ആ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അഡ്വാൻസ്ഡ് സ്റ്റേജാണ്. ഏതായാലും ഇഞ്ചക്ഷൻ മുടക്കരുത്. ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് സാർ. നുണ പറയരുത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് രോഗത്തിന്റെ സിംറ്റംസ് പറയുന്നുണ്ടല്ലോ. അത് നിങ്ങൾ സ്വയം നിയന്ത്രിക്കണം. അല്ലെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ശരി സാർ, എന്നാൽ കാണാം. ഞാൻ ഇറങ്ങട്ടെ ഡോക്ടർ. ഓക്കെ. പ്രേമിച്ച് 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 ഞാൻ പ്രേമിച്ച് എന്താണ് നീ പാടിയത്? അത് ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിയതാ. അബദ്ധമോ? എനിക്ക് ആദ്യം മനസ്സിലായില്ലായിരുന്നു. എന്തു മനസ്സിലായിരുന്നു? ഞാൻ കരുതി ഏതോ പേഷ്യന്റ് ആയിരിക്കുമെന്ന്. പേഷ്യന്റോ? ഏത് പേഷ്യന്റ്? ചേട്ടൻ എന്തിനെ കുറിച്ചാണ് ചോദിച്ചത്? നീ ഇപ്പോ പാടിയ പാട്ട് ഏതാണെന്ന്? പാട്ടാണോ? അതൊരു സിനിമയിലെ പാട്ടില്ല ചേട്ടാ. എടാ, ഇങ്ങോട്ട് മാറി നിൽക്കും. ആ, നിന്നു. നീ ഇന്നലെ കോളേജിൽ പോയോ? പോകാനൊത്തില്ല. യൂസ്ലെസ്. ഞാൻ ചിലതെല്ലാം അറിയുന്നുണ്ട്. ഓ, വേഷം കെട്ടെടുത്താലുണ്ടല്ലോ. ഓ, പിന്നെയോ അവൻ്റെ ഓ, ഞാനെല്ലാം അനുസരിച്ചോളാം എന്ന് പറഞ്ഞതാ. ചേട്ടൻ പറയുന്നതെല്ലാം അനുസരിക്കാം. ഞാൻ അനുസരിച്ചോളാം. ഒരു അനുസരണക്കാരൻ. പോടെ പുറത്ത്. അച്ചടക്കം പാലിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒരാൾക്കൊരു ജീവിതമേ ഉള്ളൂ. അത് അവൻ നശിപ്പിക്കണമായിരിക്കും. നിനക്ക് തടയാൻ അവകാശമില്ല. ഏട്ടന്റെ ഭ്രാന്താണ്. ജീവിതം തന്നെ ഒരു തരം ഭ്രാന്താണ്. നീ കാണുന്ന അർത്ഥവും വ്യാപ്തിയും ജീവിതത്തിനില്ല. എനിക്ക് കേൾക്കണ്ട ഈ ഫിലോസഫി. വേണ്ട. എങ്കിൽ ശരി ആട്ടെ, നീ ആ ഉസത്തിനെ പറ്റി എന്ത് തീരുമാനിച്ചു? ഒന്നും തീരുമാനിച്ചില്ല. അത് കൃത്രിമമാണെന്ന് കോടതിയിൽ തെളിയും. നിന്റെ അച്ചടക്കവും മാന്യതയും എല്ലാം തകർന്ന് ചിതറിപ്പോകും. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് ഏട്ടൻ? അനിയ, ഒസ്യത്ത് നിലവിലിരിക്കട്ടെ, എനിക്ക് പരാതിയില്ല. പക്ഷേ അച്ഛന്റെ സ്വത്തുക്കൾ നീ പങ്കുവെക്കണം. അത് അവകാശപ്പെട്ടവർക്ക് ഇഷ്ടദാനം കൊടുക്കണം. അത് ആലോചിക്കേണ്ട. മറ്റൊരു ഉപാധിയും ഇതിനില്ല. ശരി, എനിക്ക് സമ്മതമാണ്. അനിയ, സ്ഥായിയായി ഒന്നും ഈ ലോകത്തിലില്ല. ഒന്നും മാറ്റങ്ങൾക്ക് അതീതമല്ല. നിനക്ക് അല്പം കുറ്റബോധം തോന്നുന്നുണ്ട് അല്ലേ? എന്തിന്? അച്ഛന്റെ മരണത്തിൽ നിന്റെ പങ്ക് ഇല്ല. എനിക്ക് കുറ്റബോധം അശേഷമില്ല. എന്റെ താല്പര്യങ്ങൾക്കെതിരെ ആ മനുഷ്യൻ കയ്യനക്കിയപ്പോൾ എനിക്ക് സഹിച്ചില്ല. താല്പര്യങ്ങളുടെ കഴുത്തു വിരിക്കുന്നത് അങ്ങേർക്കൊരു വിനോദമായിരുന്നു. എന്റെ പുറത്ത് കുറച്ച് അടയാളങ്ങളുണ്ട്. ഒരു കലാകാരനാകാൻ ആഗ്രഹിച്ചതിന്റെ പ്രതിഫലം. ബാലേട്ടന് എല്ലാ സ്വത്തുക്കളും എഴുതി വയ്ക്കുമെന്ന് അച്ഛൻ ഭീഷണിപ്പെടുത്തി. എനിക്കോ?
എനിക്കോ? മണ്ട. അവസാനം പശ്ചാത്തപിച്ചു അല്ലേ? വിട്ടി. പശ്ചാത്താപമല്ല, വിലപേശലായിരുന്നു. എന്തിന്? ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതിന്. ഓ ഇല്ലേ? അച്ഛൻ എന്തായിരുന്നു എതിർപ്പ്? അവളുടെ അച്ഛൻ കുടുംബക്കാരനല്ലെന്ന്. മറ്റൊരു ഉപാധിയും നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലേ വിശ്വം? ഞാൻ അന്വേഷിച്ചില്ല. നീയൊരു ധീരനാണ് വിശ്വം. മനുഷ്യൻ അങ്ങനെയാകണം. സ്വന്തം താല്പര്യങ്ങൾക്കെതിരെ ദൈവം ശബ്ദമുയർത്തിയാൽ ദൈവത്തെ ചവിട്ടി മാറ്റണം. ഞാൻ ചെയ്തത് ശരിയല്ലേ ഏട്ടാ? ശരിയല്ല. എന്റെയും നിന്റെയും അനുഭവങ്ങൾ ഏറെക്കുറെ ഒരുപോലെയാണ്. ഞാൻ അവഗണിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു, നീ വഞ്ചിച്ചുകൊണ്ട് അനുസരിച്ചു. അതിൽ തെറ്റിന്റെയും ശരിയുടെയും പ്രശ്നമില്ലല്ലോ. എനിക്കേതായാലും കുറ്റബോധമില്ല, കുറ്റബോധം അശേഷമില്ല. ഗുഡ്. അതാണ് അനിയ നിന്റെ മഹത്വം. നീ ഒരു ദൈവമാകുന്നത് ഇവിടെയാണ്. ഈ മനുഷ്യരാശിയെ ഒന്നടങ്കം വഞ്ചിച്ചിട്ടും കുറ്റബോധം അശേഷമില്ലാത്തവനാണത്രേ ദൈവം. ഓ ഏതാ? പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തായാലും